ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അനുദിനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുദിനം പ്രോഗ്രാമിലൂടെയുള്ള വചനചിന്തകൾ മാന്യപ്രേക്ഷകരിൽ സന്തോഷവും ആത്മീയ അഭിവൃദ്ധിയും ഉളവാക്കുന്നു എന്ന പ്രതികരണമോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ധന്യനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാണ്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകളുടെ ദൂത്, കാലിക പ്രസക്തമായ ആ ദൂതുകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദർശനം തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലവോദിക്യ സഭയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ചരിത്രപരമായ അബദ്ധവും വേദശാസ്ത്രപരമായ ഉപദേശങ്ങളും ശ്രദ്ധിക്കുകയുണ്ടായി. അതേ തുടർന്നുള്ള ചിന്തകൾക്ക് ആസ്പദമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. സഭയുടെ ഉടമസ്ഥാവകാശമുള്ള കർത്താവ് ലവോദിക്കയിലെ സഭയോട് പറയുകയാണ്, ഒരു ബുദ്ധി ഉപദേശിക്കുക. നിന്റെ റിയൽ പിക്ചർ, ശരിയായ റിപ്പോർട്ട് ഞാൻ എടുത്തു. കുറവുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനം തിരിഞ്ഞ് എൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ 3 പ്രധാനപ്പെട്ട സൊല്യൂഷൻസ് കർത്താവ് ലവോദിക്കക്കാർക്ക്. ആ 3 സൊല്യൂഷൻസിൽ ഒന്നാമത്തേത് ശ്രദ്ധിച്ചാൽ നമുക്ക് പിടികിട്ടും. ഞാൻ ധനവാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നു. ലവോദിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭ ധനാഢ്യമാണ്, സുഹൃതങ്ങളുള്ള സഭയാണ്, റിച്ചാണ്, ഭൗതിക തലത്തിൽ കുറവുകളില്ല. അതുകൊണ്ട് ഒരു ആത്മീയ ഉപരിപ്ലവം ഉണ്ടാകുന്ന സഭയിൽ അതുതന്നെയാണ് അവരുടെ മനോഭാവം. ഞങ്ങൾക്ക് ഇതിലും കുറവില്ല, ഞങ്ങൾ ഓക്കെയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം ദർശിച്ച കർത്താവ് പറയുക, ഒന്നിനും മുട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ നീ ദരിദ്രനാണ്. ആ ദരിദ്രനും കുരുടനും നഗ്നനും എന്നുള്ള നിജസ്ഥിതിക്ക് ദരിദ്രൻ എന്നുള്ളതിനെ എടുത്തിട്ട് അതിന് 2 വിശദാംശങ്ങൾ കൂടെ കൊടുത്തിരിക്കുകയാണ്. ദരിദ്രനായിരിക്കുന്ന താങ്കള് ഭാഗ്യമില്ലാത്തവൻ, നിർഭാഗ്യവനാണ്. യു ആർ നോട്ട് ബ്ലെസ്സഡ്. 2, അരിഷ്ടന, ശരീരത്തിലും മനസ്സിലും സുഖമില്ലാത്തവനാണ്. അബദ്ധമാണ് മനസ്സ് നിറയെ, പാപമംഗലമാണ് ജീവിതം നിറയെ, അസ്വസ്ഥതയാണ്, അശാന്തിയാണ് ജീവിതത്തിലാകെ. അരിഷ്ടൻ. ഈ 2 കാര്യങ്ങളും നിമിത്തം നീ എന്താണ്? ധനവാനല്ല. ശരിക്കും ഭൗതിക തലത്തിലെ ഒരു കാഴ്ചപ്പാട് അവരുടെ ആത്മീയ ആലസ്യത്തിന് കാരണമായതുകൊണ്ട് മാത്രമാണ് കർത്താവ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഭൗതിക സമ്പത്ത് ഒരു കാരണവശാലും ഒരു ശാപമല്ല. എന്നാൽ കുറവില്ലാതെ കുറ്റമില്ലാതെ ജീവിതം തുടരാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ അലസത വന്നു ചേർന്നു. എന്തിന് പ്രാർത്ഥിക്കണം? എന്തിന് കൂട്ടായ്മ ആചരിക്കണം? എന്തിന് ത്യാഗം അനുഭവിക്കണം? എന്തിന് കർത്താവുമൊത്ത് സമയം ചെലവഴിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തൃണവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ശാസിക്കുകയാണ്. നിജസ്ഥിതി ഇതാണ്, സത്യാവസ്ഥ ഇതാണ്. അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ധനികനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്
എന്നോട് വിലയ്ക്ക് മേടിക്കുവിൻ. നാം ഇതുവരെ കണ്ടത് വിശ്വസ്തനും സത്യവാനുമായി സർവസൃഷ്ടിയുടെയും ആരംഭമായ ആമേൻ എന്നുള്ളവൻ, സർവാധികാരി, സോവറിൻ ഗോഡ്, തിരുസഭയോട്, ലവോദിക്കക്കാരോട് പറയുന്ന സാക്ഷിമൊഴികൾ. ഒന്നവൻ വിശ്വസ്തനാണ്, ട്രസ്റ്റ് വർത്തിയാണ്, വിശ്വസിക്കപ്പെടാൻ യോഗ്യനാണ്, അവനിൽ അസത്യമില്ല. ആ സാക്ഷിയുടെ മൊഴി ശ്രദ്ധിക്കുക. നീ ശീതോഷ്ണാവസ്ഥയിലാണ്. യു ആർ ഇൻ എ ലുക്വൈം സിറ്റുവേഷൻ. ഒന്നും വയ്യ. അതുകൊണ്ട് എന്താ ഉണ്ടാവാൻ പോകുന്നത്? അനന്തരഫലം വായിൽ നിന്ന് തുപ്പിക്കളയും. വലിയ നഷ്ടത്തിലേക്കേ അത് പോകത്തുള്ളൂ. അതിനിടയിൽ മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുത്തുകൊണ്ട് ആ മാനസാന്തരപ്പെടാൻ അവസരമുണ്ടായി മടങ്ങി വരുന്ന ദൈവവചനായി കാത്തു നിൽക്കുന്ന പിതൃസ്നേഹം, ദൈവസ്നേഹം കർത്താവ് പ്രദർശിപ്പിക്കുകയാണ്. ഈ ശീതോഷ്ണാവസ്ഥ യേശുവിൻ്റെ വീക്ഷണത്തിൽ 4 പ്രധാന തലങ്ങളെ തൊടുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ക്രിസ്തീയ കൂട്ടായ്മ എന്നുള്ളത് ഒരേപോലെ തോന്നലുകളുടെയും ചിന്തകളുടെയും മാത്രം കുത്തൊഴുക്കായിട്ട് മാറിയപ്പോൾ ആലസ്യത്തിലേക്ക് പോയി. 2, സത്യം അഭിനന്ദിക്കപ്പെടുന്നതിലുപരിയായി പ്രസംഗപീഠത്തിൽ നിന്നും ഉയരുന്ന പ്രസംഗത്തിൻ്റെ ചാരുതയാണ് ജനഹൃദയങ്ങളെ ആകർഷിച്ചത്. ആ പ്രസംഗ ചാതുര്യ ഉയർത്തപ്പെട്ടപ്പോൾ അവർ ആലസ്യത്തിലേക്ക് വഴുതി വീണു. 3, ആത്മീയ ശക്തിയേക്കാൾ കഴിവിനെ കാംക്ഷിച്ചപ്പോൾ അവർ മന്ദതയിലേക്ക് വീഴുകയായിരുന്നു. 4, ദൈവകൃപ കൂടാതെയുള്ള വളർച്ചയും സ്ഥാനമാന പദവികളും പരിഗണിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥ ചിത്രത്തിൽ നിന്നും സഭ ആലസ്യത്തിലേക്ക് വഴുതിപ്പോവുകയായിരുന്നു. ഇത് ഇന്നിൻ്റെ കൂടെ നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ദൈവശക്തി, ദൈവക്കൂട്ടായ്മ, ദൈവവചനം, ഇവിടെയെല്ലാം ഈ കുത്തൊഴുക്ക് പിടിച്ചിരിക്കുകയാണ്. എല്ലാം മറ്റെന്തോ ആയിട്ട് മാറ്റപ്പെടുകയാണ്. എത്ര മേയർമാർ നമ്മുടെ സഭയുടെ അംഗത്വ ലിസ്റ്റിലുണ്ട്? ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആലസ്യത്തിലേക്ക് പോകുന്നത്. മറ്റു ചിലർ ഇതിനേക്കാളും കടുകിട പരിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാ. നമ്മുടെ ഇവിടെ പലിശക്ക് കൊടുക്കുന്ന ആരുമില്ല കേട്ടോ. ഇവിടെ ബിസിനസ്സുകാരുമില്ല. കച്ചവടമൊക്കെ മോശമാണ്. പ്രിജുഡൈസ്. മറ്റിതര ജോലി ചെയ്യുന്നവരേ ഉള്ളൂ. ഒരുത്തനെ അവൻ്റെ പ്രൊഫഷൻ കൊണ്ട്, ജീവിത രീതി കൊണ്ട്, കർമ്മം കൊണ്ട് വിധിക്കുമ്പോൾ ആലസ്യത്തിലേക്ക് പോവുകയാണ്. നമ്പർ ഓഫ് പീപ്പിൾ ഇൻ അവർ കോൺഗ്രിഗേഷൻ, പട്ടണം നിറയെ വരികയാണ് ഉണർവിൻ്റെ പുറകെ. സഭ എണ്ണമെടുത്ത് സംഘാടനത്തിനായി, ഓർഗനൈസേഷനിലായി മാറുമ്പോൾ ആലസ്യത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. കഴിവിന് പ്രാമുഖ്യം കൊടുത്ത്, മുഖസ്തുതി പറയാൻ അവസരമെടുത്ത്, അപ്രിഷിയേഷൻസ് വാക്കുകളിലൂടെ ഒഴുക്കി കൊണ്ടുപോകുമ്പോഴൊക്കെ ക്രിസ്തു ആ സഭയുടെ പടിക്ക് പുറത്താക്കപ്പെടുന്നത് നാം വിസ്മരിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് ലവോദിക്ക സഭയിലും സംഭവിച്ചത്. ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കാതെയും ക്രിസ്തുവിന് വേണ്ടി പാടുവാൻ സാധിക്കും. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയാത്തപ്പോഴും യേശു ക്രിസ്തു മാത്രമേ ദൈവമുള്ളെന്ന് പ്രസംഗിക്കാനാവൂ. അറിവ്, ബുദ്ധി, പരിചയം, ഇതൊന്നുമല്ല ക്രിസ്തീയത, ഇതൊന്നുമല്ല ആത്മീയത. അനുഭവം, ദിനം പ്രതി ക്രിസ്തുവിനെ അനുഭവിക്കണം. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് ഓരോ അണുവിലും രുചിച്ചറിയുന്ന അനുഭവമാണ് ക്രൈസ്തവീയത. അന്യം നിന്നപ്പോൾ കർത്താവ് നിസ്സംശയം താക്കീത് കൊടുക്കുകയാണ്.
യു ആർ ഓൺ ദ റോങ് സൈഡ്. വിപരീത ദിശയിലാണ് പോകുന്നത്. തിരികെ എത്തണം. സാക്ഷിമൊഴി കഴിഞ്ഞു, യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നു. നഗ്നനാണ്, കുരുടനാണ്, ദരിദ്രനാണ്. ഇനി എന്താ പരിഹാരം? പരിഹാരം കർത്താവ് പറയുക, ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ്. നീ ധനികനാവാൻ, സമ്പന്നനാകാൻ തീയിലൂതിക്കഴിച്ച പൊന്ന് വാങ്ങാൻ ഉപദേശിക്കുന്നു. ഒരു ചലഞ്ചാണ്. നീ സമ്പന്നനാണ്, ഒന്നിനും കുറവില്ല എന്ന് പറയുമ്പോൾ ഈ തീയിലൂതിക്കഴിച്ച പൊന്ന് വാങ്ങുവാൻ തക്ക സമ്പത്ത് അതിനില്ല. പക്ഷേ നിനക്കത് സൗജന്യമായിട്ട് തരത്തില്ല. ഒരിക്കൽ സൗജന്യമായി തന്നതാ, അതിൽ നിന്നുമാണ് നീ ഇറങ്ങിപ്പോയത്. ഇനി നീ വില കൊടുക്കേണ്ടി വരും. തത്തുല്യമായ വില നൽകുവാനായിട്ട് നിൻ്റെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വില നൽകി വാങ്ങുവാൻ ഉപദേശിക്കുന്നു. യഥാർത്ഥത്തിൽ പണം കൊടുത്ത് തിരികെ ദൈവകൃപ പ്രാപിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. എന്നാൽ ജീവിതം കൊണ്ട്, അവസ്ഥ കൊണ്ട് അതിന് തനതായ വില കൊടുക്കുവാൻ ഓരോ ലവോദിക്കിയ വിശ്വാസികളെയും കർത്താവ് ഉത്ബോധിപ്പിക്കുകയാണ്. ധനികനാകാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും തിരികെ കയറുവാൻ അത് മാത്രമേ കാരണമുള്ളൂ. ആത്മീയ വിഷയമായി സമ്പന്നനാവാൻ സഭയെ കർത്താവ് ഉത്ബോധിപ്പിക്കുകയാണ്. കാരണം നിൻ്റെ കയ്യിലുള്ളത് അപ്രാപ്തമാണ്. ഈ ഊതിക്കഴിച്ച പൊന്ന് വാങ്ങുവാൻ അപ്രാപ്യമാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. അപ്രാപ്യമായത് പ്രാപിക്കുവാൻ വില കൊടുക്കുവാൻ നീ തയ്യാറാവണം. 2, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് വാങ്ങാൻ ഉപദേശിക്കുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലവോദിക്യ സഭയുടെ നഗ്നത വെളിയിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ലജ്ജ ധരിക്കുന്നവരായി അവരുടെ ലജ്ജ വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവ് തൻ്റെ സർവ്വസാന്നിധ്യവുമായി എഴുന്നള്ളി വരുമ്പോൾ അവിടെ നിൽക്കക്കള്ളി ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗത്തിൽ ഈ നഗ്നത പൂർണ്ണമായും അനാവൃതമാകപ്പെടും വരെ, ലോകത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൂർണ്ണമായും അനാവൃതമാകും മുൻപ് ചെയ്യാൻ പറ്റുന്നത് വെള്ളയുടുപ്പ് വാങ്ങുക. ലവോദിക്ക പട്ടണം കറുത്ത കമ്പിളി പുതപ്പുകൾക്കും വസ്ത്രങ്ങൾക്കും വിഖ്യാതമായിരുന്നു. അത് കയറ്റുമതി ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു. അപ്പോഴും കർത്താവ് പറയുകയാ, അജ്ഞതയും അപരിഷ്കൃതയും ഇരുട്ടും അന്ധകാരവും പാപവും നിറഞ്ഞ അതിൻ്റെ പ്രതീകമായ കറുത്ത ഒരു വസ്ത്രമാണ് അതിൻ്റെ കയ്യിലുള്ളത്. അതല്ല ഞാൻ തരുന്നത്. പരിശുദ്ധിയുടെയും പൂർണ്ണതയുടെയും ജയത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വസ്ത്രമായിട്ട് ഒരു വെള്ളയുടുപ്പ പകരം തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള സാധനം എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ താങ്കളുടെ ജീവിത വസ്ത്രത്തിന് അനുയോജ്യമല്ല എന്ന് തീർത്ത് പറയുകയാണ് കർത്താവ്. അതിനെ റീപ്ലേസ് ചെയ്യണം. മാറ്റിയതിന് ശേഷം പുതുതൊന്ന് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ആ ലജ്ജയെ പൊതിയുന്ന ദൈവ തേജസ്സിൻ്റെ വസ്ത്രം പ്രാപിക്കുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. കർത്താവ് പറയും, ഞാൻ തരുന്നത് നീതിയുടെയും വെണ്മയുടെയും വസ്ത്രമാണ്. ഒരു രാജാവിൻ്റെ സന്നിധിയിൽ വിവാഹ വസ്ത്രമണിഞ്ഞ് കടന്നു വരുന്ന ആ വധൂവരന്മാർക്ക് കൊടുക്കുന്ന വിവാഹ വസ്ത്രത്തിന് തത്തുല്യമാണിത്. സ്വയം ലജ്ജ വരുത്തുന്ന വസ്ത്രം ഉപേക്ഷിച്ച് ഈ വസ്ത്രം വാങ്ങാനായാൽ അത് നിനക്ക് മാന്യത കൊണ്ടുത്തരും. യഥാർത്ഥത്തിൽ യോസെഫ് ഏറെ നാളുകൾക്ക് ശേഷം പ്രതീക്ഷയോടെ നോക്കിക്കണ്ട തൻ്റെ കുഞ്ഞനിയൻ ബെന്യാമീന് 5 വിശേഷ അങ്കി കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടവന് വിശിഷ്ടമായ വസ്ത്രം, മറ്റാർക്കും കൊടുക്കാത്തത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നവനെ മാത്രം അലങ്കരിക്കുന്ന വസ്ത്രം. ദാനിയേൽ 5:29 ബേൽഷസറിൻ്റെ ആജ്ഞപ്രകാരം സ്വപ്നത്തിന് വ്യാഖ്യാനം കൽപ്പിച്ച ദാനിയേലിനെ ധൂമ്രവസ്ത്രവും അവൻ്റെ കഴുത്തിൽ
സരപ്പളിയും അണിയിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാന്യതയുടെ വസ്ത്രം. സെഖര്യാവ് 3:4 വസ്ത്രത്തിൽ അഴുക്കുണ്ടെന്ന് ആരോപിച്ച പിശാചിന്റെ ആരോപണത്തെ തകർത്തിട്ട് യോശുവ എന്ന പുരോഹിതന് ദൈവത്തിൻ്റെ ദൂതൻ നിർമ്മലമായ അങ്കി ധരിപ്പിക്കുന്നു. ആരോപണത്തെ ഹനിക്കുന്ന വിശുദ്ധിയുടെ പവിത്രയുടെ വസ്ത്രം. ലൂക്കോസ് 15:22 ധൂർത്തനായതിനു ശേഷം മടങ്ങിയെത്തുന്ന ആ പുത്രന് പിതാവ് പറയും, ഇവന് മേൽത്തരമായ അങ്കി ധരിപ്പിപ്പിൻ. ഏറ്റവും വിശിഷ്ടപ്പെട്ടതായ ഒരു വസ്ത്രം. നഷ്ടപ്പെട്ടവന് തിരികെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊടുക്കുന്ന ക്ഷമയുടെയും സ്വീകരിക്കലിൻ്റെയും വസ്ത്രം. അതെ, ലവോദിക്ക സഭയോട് കർത്താവിന് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കൽ സ്വന്തമായിരുന്നു, ഇന്ന് അന്യമായിപ്പോയി. ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നു, ഇന്ന് അലസരായിപ്പോയി. എന്നാൽ തിരികെ വരുമ്പോൾ ഈ വസ്ത്രം അത് വേറെ എങ്ങും കിട്ടില്ല. ലവോദിക്കൻ മാർക്കറ്റിൽ ഇത് കിട്ടില്ല. നിങ്ങളുടെ കൈവശം ഇല്ല, അത് കറുപ്പാ. പക്ഷേ വെണ്മയുള്ള വസ്ത്രം എന്നോട് വിലയ്ക്ക് മേടിക്കണം. നീ കുരുടന, കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ എന്നോട് വിശേഷപ്പെട്ട ലേപനം വാങ്ങുവിൻ. ലവോദിക്കക്കാരുടെ സ്വന്തം ട്രേഡ് മാർക്കാണ് കൊലിറിയ എന്ന് പറയുന്ന നേത്രലേപനം. ലോകമെമ്പാടും അവർ എത്തിച്ചു കൊടുക്കുന്നവരാ. കാഴ്ചശക്തിക്ക് ഉന്മേഷം വർദ്ധിപ്പിക്കുന്ന, കണ്ണുകൾക്ക് ഉന്മേഷം പകരുന്ന, കുളിർമ നൽകുന്ന, കാഴ്ചശക്തിക്ക് ആക്കം കൂട്ടുന്ന കൊലിറിയ ഒരു ബ്രെഡിൻ്റെയോ കേക്കിൻ്റെയോ രൂപത്തിൽ കയറ്റുമതി ചെയ്ത് വിടാറുണ്ട്. ഫ്രിജിയൻ പൗഡർ ലവോദിക്കയുടെ സ്വന്തമാണ്. നേത്ര രോഗങ്ങൾക്ക് ഏറ്റവും ഒന്നാം തരം ഔഷധമാണത്. പറഞ്ഞിട്ടെന്ത് കാര്യം? ഇതെല്ലാം കയ്യിലുള്ള നീ ഭൗതിക വിഷയത്തിൽ ആശാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ക്രിസ്തുനാഥൻ വിളിച്ചു പറയുന്നു, കുരുടന. അതിന് പരിഹാരം കൊലിറിയ അല്ല, എന്നോട് വിലയ്ക്ക് നീ ലേപം മേടിക്കണം. എങ്കിലേ ആത്മീയ അന്ധതയ്ക്ക് പരിഹാരം ഉണ്ടാവത്തുള്ളൂ. ആത്മീയ ആന്ധ്യം മാറി പ്രകാശം വരുവാൻ എന്നോട് വിലയ്ക്ക് മേടിപ്പീൻ. ലേപനം, കണ്ണിലെഴുതുവാനുള്ള ലേപനം. കണ്ണിലെഴുതുവാനുള്ള ലേപനം എന്നോട് വിലയ്ക്ക് മേടിപ്പീൻ. ബുദ്ധി ഉപദേശിക്കുകയാണ്. സാക്ഷിമൊഴിക്ക് ശേഷം, കുറ്റാരോപണത്തിന് ശേഷം എങ്ങനെ ഈ തടവറയിൽ നിന്നും പുറത്തു ചാടാം, എങ്ങനെ ആത്മീയ ബന്ധത്തിലേക്ക്, നവീകരണത്തിലേക്ക് മടങ്ങി വരാം, നിവാരണ മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. വില കൊടുക്കണം എന്നുള്ളത് അതിലേറ്റവും ഉയർന്നു നിൽക്കുകയാണ്. കണ്ണിലെഴുതുവാനുള്ള ലേപനത്തിന് ഒരു അനുബന്ധം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുനാഥൻ തൻ്റെ അടുക്കൽ വന്ന കുരുടനായ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ ചേറുപൂശി ശിലഹാം എന്ന ആ കുളത്തിലേക്ക് പോയി കഴുകുക എന്ന് പറഞ്ഞ് അയക്കുന്ന ദൃശ്യമാണത്. യേശു പറഞ്ഞയക്കുകയാണ്, നീ പോയി കഴുകുക, നിൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവാൻ. അതേ ഗ്രന്ഥകാരൻ കർത്താവിൻ്റെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് സമാനമായ പദം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. കണ്ണിനെഴുതുവാൻ ലേപം, കാഴ്ച പ്രാപിപ്പാൻ, ആന്ധ്യം നീങ്ങിപ്പോവാൻ ഇതൊറ്റ മാർഗമേ ഉള്ളൂ. ഇതിനെല്ലാം ഒരു നല്ല നീക്കുപോക്കാണ് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വാതിൽ തുറക്കണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എൻ്റെ ശബ്ദം കേട്ടാൽ അത് ആ മുട്ടുന്ന അനുഭവത്തോട് ചേർന്ന് വരുന്ന പദമാണ്. നോക്കിംഗ് അറ്റ് ദ ഡോർസ് ആൻഡ് ദെൻ ഹി റൈസസ് ഹിസ് വോയിസ്. അവൻ തൻ്റെ ശബ്ദം, വാതിൽക്കൽ മുട്ടുകയും അവൻ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. പലപ്പോഴും ഈ കൊട്ടലും ഈ ശബ്ദവും കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തെയും ക്ഷമയോടുള്ള കാത്തിരിപ്പിനെയും കാണിക്കുകയാണ്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, അലോസരപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ചില മാനസിക പ്രശ്നങ്ങൾ, സാമൂഹികമായ ചില തടവറകൾ, സാമ്പത്തിക മേഖലയിലെ ചില അപജയങ്ങൾ, കുടുംബാന്തരീക്ഷത്തെ കലുഷതകൾ, ഇവയൊക്കെ
ഈ നോക്കിങ്ങിനെ കാണിക്കുന്നതാണ്. തിരിച്ചറിയാൻ കഴിയണമെന്ന് മാത്രം. എത്ര കൊട്ട് കേട്ടാലും അത് തിരിച്ചറിയാൻ കഴിയാതെ വേണം അതിനോട് പ്രതികരിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുക. ഇതെല്ലാം ആ സ്നേഹസ്വരൂപൻ്റെ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഇച്ഛയുടെ സൂചകങ്ങളാണ്. ശിക്ഷിക്കാനല്ല, വീണ്ടും വന്ന് നിന്നിൽ ജീവിക്കുവാൻ, നിന്നെ അവനിൽ ജീവിപ്പിക്കുവാൻ. ഒന്നിച്ചിരുന്ന് ഒരുവനുമൊത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതേറെ പ്രത്യേകതകൾ ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരിക രീതിയാണ്. അപരനോടൊപ്പം ഒരപരൻ ഭക്ഷണം കഴിക്കാറില്ല. മാനസികമായി പൊരുത്തമുണ്ടായാൽ, വിശ്വസിക്കാമെന്ന് തോന്നിയാൽ മാത്രമാണ് ഒരപരിചിതൻ്റെ ആതിഥ്യം വേറൊരാൾ സ്വീകരിക്കുക. ആതിഥ്യം കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിലെടുക്കാമെന്ന് തോന്നിയാൽ മാത്രമാണ് അത് ചെയ്യുന്നത്. ക്രിസ്തുനാഥൻ ഇവരോട് പറയുന്നത് ഇതേ പദമാണ്. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്കും കർത്താവിൻ്റെ സ്നേഹത്തിലേക്കുമുള്ള ഒരൊന്നിപ്പിക്കൽ കൂടെ കാണിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ നടന്നത്, അത് നിറവേറിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിലായിരുന്നു. താൻ ത്യാഗമായി ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് ആ പെസഹ നാളിൽ യേശു വത്സലനിധികളായ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കാനിരുന്നു. താൻ അപ്പമെടുത്ത് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമത്രേ, വാങ്ങി തിന്നുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് പകർന്നു കൊടുത്തു, ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാണ്. ഇവിടെ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്, ഞാനും നിങ്ങളും തമ്മിൽ. ഇനി ഇതിനിടയിൽ വേറെ മധ്യസ്ഥന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കമ്പാനിയൻ എന്നുള്ള പദം അവിടെയാണ് അർത്ഥപൂർണമാവുന്നത്. കം അധികം പാൻ എന്നുള്ള രണ്ട് ലത്തീൻ പദങ്ങൾ. അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരുവൻ സ്വന്തം അപ്പം പകുത്ത് തനിക്ക് തുല്യനായി കരുതുന്ന പ്രിയപ്പെട്ട സ്നേഹിതനുമായി പങ്കുവയ്ക്കുന്ന ചിത്രമാണ് കമ്പാനിയൻ കാണിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പാനിയനായിട്ട് മാറാൻ സ്വയമേവ സ്വന്തം ശരീരവും സ്വന്തം രക്തവും ചീന്തി അപ്പവീഞ്ഞുകളിലൂടെ അതിനെ ദ്യോതിപ്പിച്ച് തിരുസഭയ്ക്ക് ഏറ്റവും അമൂല്യമായ ഉപദേശം കൊടുത്ത് ആ കൂട്ടായ്മയിൽ നാം അനുസ്മരിക്കുമ്പോൾ കേവലം അനുസ്മരണം മാത്രമല്ല, ജീവനാണ് പകരപ്പെടുന്നത്. എന്നെ തിന്നാഞ്ഞാൽ നിങ്ങൾക്ക് ജീവനില്ല, എന്നെ പാനം ചെയ്യാഞ്ഞാൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പോൾ യഥാർത്ഥ ചിത്രം നൽകുന്നത് ഒരു കമ്പാനിയൻ്റെ ചിത്രമാണ്, തുല്യമായി സ്നേഹിക്കുന്ന സ്നേഹിതൻ്റെ ചിത്രമാണ്. സ്വന്തം അപ്പം പോലും താൻ ജീവനുള്ളിലും സ്നേഹിക്കുന്നവന് പകുത്തു നൽകുന്ന സ്നേഹം. ഇത് ക്രിസ്തുവിന് മാത്രം, ദൈവപുത്രന് മാത്രം നൽകാനാവുന്നതാണ്. ലവോദിക്കയിലെ സഭയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദരിദ്രരാ, സമ്പന്നനാവാൻ ഊതിക്കഴിച്ച പൊന്നും, നഗ്നരാ, നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കുവാൻ വെള്ളയുടുപ്പും, കുരുടരാ, കൊലോറിയം കയ്യിലുണ്ട്, ബട്ട് യു ആർ ബ്ലൈൻഡ്, എന്നോട് കണ്ണിലെഴുതുവാൻ ലേപവും വിലക്ക് മേടിപ്പേൻ. ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു, ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു, നോക്കിംഗ് അറ്റ് യുവർ ഡോർ ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി. ആരെങ്കിലും ശബ്ദം കേട്ട് തുറന്നാൽ നാം ഒന്നിച്ച് അത്താഴത്തിനിരിക്കും. അതെ, എൻ്റെ ശരീരവും രക്തവും ചൊരിഞ്ഞ തിരുവത്താഴത്തിൽ. ഇതനുസ്മരണമാണെങ്കിൽ അന്ന് നാം ഒന്നിച്ച് മുഖാമുഖമായി കർത്താവിനൊപ്പം ഇരിക്കുന്ന ആ പറുദീസയിൽ, അവനൊപ്പം പന്തിയിലിരിക്കുന്ന ആ നാഴികയിൽ യഥാർത്ഥ കമ്പാനിയനെ തിരിച്ചറിയാൻ കഴിയും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാൻ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ജയിക്കാം അവനൊപ്പം അവൻ്റെ സിംഹാസനത്തിൽ.
ഇതിലും ഉദാത്തമായ എന്തുത്ബോധനമാണ് ക്രിസ്തുവിന് നമുക്ക് തരാനുള്ളത്? അതിലേക്കുള്ളൊരു മടങ്ങിവരവിന് ഈ പഠനങ്ങൾ കാരണമാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ അതിനായി കാക്കുമാറാകട്ടെ. ശാലേം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ 2020 ഫെബ്രുവരി മാസം 14, 15, 16 തീയതികളിൽ വചനപ്രഘോഷണവും സംഗീത വിരുന്നും നടത്തപ്പെടുന്നു. മീനടം ആറാണിയിലുള്ള ശാലേം മൈതാനിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 9:30 വരെ നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങളിൽ ക്രിസ്തുവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ സുനി ഐക്കാട്ട്, അനീഷ് ചെങ്ങന്നൂർ, ഷാജു സി ജോസഫ് എന്നിവർ വചന സന്ദേശം നൽകുന്നു. ബഥാനിയ വോയ്സ് ശ്രുതി മധുരങ്ങളായ ഗാനങ്ങളിലൂടെ സംഗീത വിരുന്നൊരുക്കുന്നു. പാസ്റ്റർ പോൾ ഐസക് ഈ അനുഗ്രഹീത ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ, വിടുതൽ അനുഭവിക്കുവാൻ എല്ലാവരെയും മീനടം ആറാണി ശാലേം മൈതാനിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.